നമസ്കാരം, ഏവർക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കർമ്മ മേഖലയെയും സാമ്പത്തിക കാര്യങ്ങളെയും വലിയ കുതിച്ചുചാട്ടത്തിലേക്ക് പോകാൻ വഴിയൊരുക്കുന്ന ഒരു സുപ്രധാന രാശിമാറ്റം നാളത്തെ ദിവസം സംഭവിക്കുന്നുണ്ട്. അതായത് നാളെ ജൂൺ മാസം 19-ാം തീയതിയാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സംഭവിക്കാൻ പോകുന്നത് വലിയൊരു മാറ്റമാണ്. അതായത് മനസ്സിൻ്റെയും ധനത്തിൻ്റെയും കാരകനായ ചന്ദ്രൻ നാളെ കർക്കിടകം രാശിയിൽ നിന്ന് മാറി സൂര്യൻ്റെ സ്വന്തം രാശിയായ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതും കേവലം ഒരു രാശിമാറ്റം മാത്രമായി നമുക്ക് കാണാൻ സാധിക്കില്ല. മകം നക്ഷത്രത്തോടൊപ്പമാണ് ചന്ദ്രൻ ഈ ഒരു മഹാമാറ്റത്തിന് നാളെ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ചിങ്ങം രാശി എന്ന് പറയുന്നത് അധികാര പദവികൾ, നേതൃത്വ പാഠവം, ലീഡർഷിപ്പ് ക്വാളിറ്റി, ആത്മവിശ്വാസം എന്നിവയുടെ പ്രതീകമാണ് ചിങ്ങം രാശി. സൂര്യൻ്റെ ഈ ശക്തി കേന്ദ്രത്തിലേക്ക് ചന്ദ്രൻ കൂടി എത്തുമ്പോൾ ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് അത് ജീവിതം തന്നെ ഗുണകരമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു സുവർണ ദിവസമായി മാറുന്നതാണ്. നമ്മൾ നാളിതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒരു സുഖകരമായ സുന്ദരമായൊരു ദിവസം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കർമ്മമേഖലയിലായാലും ഉയർന്ന പദവികളൊക്കെ ലഭിക്കുന്ന ചില ശുഭവാർത്തകൾ കേൾക്കാനൊക്കെ യോഗമുണ്ടാകും. ഇത്രയും നാൾ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കാൻ മടിച്ചിരുന്നതായ ആ തീരുമാനങ്ങളിൽ മടി മാറ്റി നിർത്തി ധൈര്യത്തോടു കൂടി തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന, പുതിയതായ കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാകുന്ന ഒരു ദിവസമാണ് നാളെ. കൂടാതെ നാളെ വെള്ളിയാഴ്ച കൂടിയാണ്. അപ്പോൾ നാളെ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച രാവിലെ വരെയുള്ള സമയം ഏറ്റവും ഉത്തമമാണ്. പ്രധാന കാര്യങ്ങളിൽ എന്തെങ്കിലും സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോലും നാളെ വൈകുന്നേരം മുതൽ ശനിയാഴ്ച രാവിലെ വരെയുള്ള സമയം ഏറ്റവും ഉത്തമമാണ്. കാര്യവിജയത്തിന് ഏറ്റവും ഉത്തമമായ സമയം തന്നെ. അപ്പോൾ ഇവിടെ ഈ വലിയ രാശിമാറ്റത്തിലൂടെ നാളത്തെ ദിവസം വലിയ ഒരു സാമ്പത്തിക നേട്ടങ്ങൾ, അല്ലെങ്കിൽ നാളത്തെ ദിവസം പൊതുവെ സന്തോഷകരമായി എനിക്ക് വന്നു ചേർന്നു എന്ന് അനുഭവിക്കാൻ അല്ലെങ്കിൽ പറയാൻ സാധ്യതയുള്ള ആ നക്ഷത്രക്കാരുണ്ട്. അവരാരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാൽ, ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ. അപ്പോൾ ഈ രാശിമാറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ആരെന്ന് ചോദിച്ചാലും നമുക്ക് ഈ ചന്ദ്രൻ പ്രവേശിക്കുന്ന ചിങ്ങം രാശിയിലെ നക്ഷത്രക്കാരെ തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ. ഇവിടെ ചന്ദ്രൻ മകം നക്ഷത്രത്തിലേക്കാണ് പ്രവേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ചിങ്ങം രാശിയിലേക്ക് കടക്കുന്നത് മകം നക്ഷത്രക്കാർക്ക് ഒരു സുവർണമായ, അല്ലെങ്കിൽ പല ശുഭകാര്യങ്ങളും നടക്കുന്നതായ ഒരു ദിവസം തന്നെയായിരിക്കും നാളെ. തൊഴിൽ രംഗത്ത് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ഇനി ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതിയതായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓൺലൈൻ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും നാളെ ശുഭകരമായിരിക്കും. പൂരം നക്ഷത്രക്കാർക്ക് ഡിജിറ്റൽ മീഡിയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നാളത്തെ ദിവസം നിങ്ങൾ ഉദ്ദേശിച്ചതായ കാര്യങ്ങളെ ഉദ്ദേശിച്ച ലെവലിൽ എത്തിക്കാനായി നമുക്ക് സാധിക്കുന്ന ദിവസമാണ്. ബുധൻ്റെ ശുക്രൻ്റെ അനുകൂല സ്വാധീനം കൂടി നമുക്കുള്ളതിനാൽ നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്നതായ ചില കഴിവുകളെ തിരിച്ചറിയാൻ നമുക്കൊരു നിമിഷം മതി. നമ്മൾ ചില നല്ല കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് കണ്ടുപിടിച്ച് ആ ഒരു വഴിയിലേക്ക് എത്തിച്ചേരുവാൻ അപ്പോൾ നാളത്തെ ദിവസം അതിന് നമുക്ക് വഴിയൊരുക്കുന്നുണ്ട്. ചില പുതിയ വരുമാന സ്രോതസ്സുകളൊക്കെ തുറക്കാനും, അതേപോലെ പ്രണയിക്കുന്ന ആളുകൾക്ക് ഇതുവരെ ചിലപ്പോൾ പ്രണയിനിയോട് തൻ്റെ ഇഷ്ടം പറഞ്ഞിട്ട് അതിനൊരു മറുപടി കാത്തിരിക്കുകയാണെങ്കിൽ പോലും നാളത്തെ ദിവസം അനുകൂലമായ മറുപടിയൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇനി ഉത്രം നക്ഷത്രക്കാർക്കും നാളെ ഭരണരംഗത്ത് നിന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് മേഖലകളിൽ നിന്നോ ഏതെങ്കിലും നല്ല കാര്യത്തിനായി നിങ്ങൾ കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ ലോണായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലിയുടെ അറിയിപ്പ് ലഭിക്കാൻ കാത്തിരിക്കുന്നതാകാം. ഏതായാലും നാളെ നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട ചില ശുഭകരമായ തീരുമാനങ്ങൾ എടുക്കുവാനും കേൾക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ നേരിട്ട് ചില അനുകൂല സഹകരണ വാർത്തകൾ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യവും നാളത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാലും നാളെ ശുഭകരമായ ദിവസമാണ്. മുടങ്ങിക്കിടന്നതായ ചില ധനമാർഗങ്ങൾ നിങ്ങൾക്ക് തുറക്കപ്പെട്ട് കിട്ടും. അതേപോലെ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും നാളെ അനുകൂല വാർത്തകൾ ലഭിക്കുവാനോ, അല്ലെങ്കിൽ വിദേശ ജോലിക്കായി ഒരുപാട് ശ്രമിക്കുന്ന ഇതുവരെ ഒരു സാഹചര്യം തുറന്നു കിട്ടാത്തവർക്ക് അങ്ങനെ സാഹചര്യം തുറക്കപ്പെടുന്നതായ ദിവസം. നാളെ വൈകുന്നേര സമയം പൂർണ്ണമായി ഉപയോഗപ്പെടുത്താനായിട്ടൊന്ന് ശ്രമിക്കുക. വൈകുന്നേരമാണ് കൂടുതൽ അനുകൂലമായി വരുന്നത്. അപ്പോൾ ഏതെങ്കിലും പ്രധാന കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് അയക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും നാളെ വൈകുന്നേരം നിങ്ങൾക്ക് അതിനായിട്ട് തിരഞ്ഞെടുക്കാം.
ഇനി ഭരണി നക്ഷത്രക്കാർക്കും നാളെ കടബാധ്യതകളിൽ നിന്ന് പെട്ടെന്നൊരു മോചനം ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുമെന്നല്ല, ചെറിയ രീതിയിലുള്ള കാര്യങ്ങളെയൊക്കെ കൊടുത്ത് തീർപ്പാക്കാനൊക്കെ സാധിക്കുന്ന ദിവസമാണ്. പുതിയ എന്തെങ്കിലും നിക്ഷേപങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിലും നാളത്തെ ദിവസം വൈകുന്നേരം മുതൽ ശുഭകരമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും നാളെ നിങ്ങൾക്ക്. അതേപോലെ മൂലം നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും. ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടന്ന അല്ലെങ്കിൽ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ആഗ്രഹങ്ങളൊക്കെ ചിലതൊക്കെ സാധിച്ചെടുക്കാനായിട്ട് നാളത്തെ ദിവസം സാധിക്കും. ഈ പൂരാടം നക്ഷത്രക്കാർക്കും കർമ്മമേഖലയിൽ ഒരു സ്ഥാനക്കയറ്റത്തിനൊക്കെയുള്ള അല്ലെങ്കിൽ ശമ്പള വർധനവിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. നാളെ ഒറ്റ ദിവസം കൊണ്ട് അത് കിട്ടുകയുണ്ട് എന്ന് പറയുന്നില്ല, എങ്കിലും നാളെ മുതൽ ചില ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഈ ബിസിനസ്സിലും പുതിയ ചില പങ്കാളികളെയൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നു, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആഗ്രഹിക്കുന്നു, അതിന് പാർട്ട്ണറെ കിട്ടാതെ വിഷമിക്കുന്ന ആളാണെങ്കിലും ശുഭകരമായ സൂചനകളൊക്കെ ലഭിക്കുന്ന മികച്ച ഡീലുകളൊക്കെ ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നിങ്ങൾക്ക് നാളത്തേത്. ഈ രാശിക്കാർക്ക് പുറമെ നാളത്തെ ദിവസം ചില മാറ്റങ്ങൾ കൂടുതലായി വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാരുമുണ്ട്. അതായത് തിരുവാതിര, അത്തം, ചോതി നക്ഷത്രക്കാരുടെ കാര്യം. തിരുവാതിര നക്ഷത്രക്കാർക്ക് നാളെ ജോലി സ്ഥലത്ത് നല്ല എന്തെങ്കിലും കാര്യങ്ങൾ, ശുഭകരമായ വാർത്തകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോണസ് കിട്ടുന്ന അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുമല്ല, നിങ്ങളോടൊപ്പം ഇത്രയും നാൾ ജോലിസ്ഥലത്ത് പല വിധത്തിലുള്ള ശത്രുതാഭാവത്തിൽ നിന്ന ആളുകൾ പോലും നാളെ മിത്രമായി മാറാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കഠിനമായ അധ്വാനത്തിന് ഒരു അപ്രീസിയേഷൻ എവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, പ്രത്യേകിച്ച് മേലധികാരിയിൽ നിന്ന് പോലും നിങ്ങളുടെ കഴിവിനൊരു നല്ലതാണ് എന്നൊരു വാക്കുകൾ കേൾക്കാതിരുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം ചിലപ്പോൾ ഒരു പുഞ്ചിരി മാത്രമാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള, അതായത് മേലുദ്യോഗസ്ഥനിൽ നിന്ന് ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജോലിയൊന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നാളത്തെ ദിവസം നല്ല ചില തൊഴിലവസരങ്ങളൊക്കെ വരുമെന്ന് കരുതി ഇപ്പോൾ ഇരിക്കുന്ന ജോലിയിൽ നിന്ന് എടുത്തു ചാടി മറ്റൊരു ജോലിയിലേക്ക് പോകുന്ന കാര്യമൊന്നും പെട്ടെന്ന് തീരുമാനിക്കാതിരിക്കുന്നതാണ് ഉത്തമം. അത്തം നക്ഷത്രക്കാർക്കും സാമ്പത്തികമായൊരു ഉണർവുള്ള ദിവസമായിരിക്കും. അതായത് ഓരോ ദിവസവും ഗ്രഹമാറ്റങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ ഫലമായി നമ്മൾ ഭൂമിയിലുള്ള മനുഷ്യർക്ക് അതിൻ്റേതായ ഏറ്റക്കുറച്ചിലുകൾ ഗുണങ്ങളിൽ ഉണ്ടാകും. ചില ദിവസം വളരെ ഡള്ളാവും നമ്മൾ, ചില ദിവസം ഒരുപാട് കാരണം ഒന്നും കാണില്ലെങ്കിലും നമുക്കൊരു ഹാപ്പിനെസ് തോന്നും. അപ്പോൾ ഇതൊക്കെയും ഗ്രഹമാറ്റങ്ങളുടെ ഫലമാണ്. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ ദിവസങ്ങളിൽ കുറ്റക്കാരനായി കേൾക്കേണ്ടി വരും, പഴികൾ കേൾക്കേണ്ടി വരും. ചിലപ്പോൾ ഒന്നും ചെയ്യാതിരുന്നാൽ പോലും നല്ലവൻ എന്ന വാക്ക് കേൾക്കേണ്ടതായി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്രീസിയേഷൻ കേൾക്കേണ്ടതായി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ, ഇതൊക്കെയും ഗ്രഹമാറ്റത്തിൻ്റെ ഫലം തന്നെയാണ്. അപ്പോൾ നാളെ അത്തം നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളൊക്കെ പുതിയതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉത്തമമാണ്. വസ്തുവോ വാഹനമോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള ചില വഴികളൊക്കെ തെളിയുന്നതായ ദിവസവും. ഇനി ചോദ്യ നക്ഷത്രക്കാർക്കും നാളെ പങ്കാളിത്ത ബിസിനസ്സിൽ നിന്നൊക്കെ വലിയൊരു ലാഭമൊക്കെ കൊയ്യാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. എങ്കിലും പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യത പാലിക്കുക. എടുത്തുചാടി ആദ്യമായി കാണുന്ന ഒരാളുമായി ഒരു ഡീലിങ്സ് നടത്താനായിട്ട് പോകരുത്. സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ഉന്നത വ്യക്തികളുടെയൊക്കെ ഒരു സഹായങ്ങൾ കൂടി ചില കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അതിനൊരു ഈഗോ പ്രശ്നമെന്നോ അല്ലെങ്കിൽ ഞാൻ അവരുടെ മുന്നിൽ ഒരാളോട് നിന്ന് ഒരു സഹായം ചോദിക്കുമ്പോൾ ചെറുതായി പോയി എന്ന ചിന്തയൊന്നും വെക്കേണ്ട കാര്യമില്ല. പുതിയ പ്രോജക്റ്റുകളൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാളത്തെ ദിവസം ശുഭകരമാണ്. അറിയാമല്ലോ, വെള്ളിയാഴ്ച ദിവസം കൂടിയാണെന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ ജൂൺ 19 നാളെ. അപ്പോൾ ഈ ചന്ദ്രൻ്റെ ചിങ്ങം രാശി മാറ്റം വഴി ഏറ്റവും വലിയ സുവർണകാലം ലഭിക്കുന്ന ഭാഗ്യ നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇതിനോടകം നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ചിങ്ങം രാശിയുടെ പ്രതീകം എന്ന് പറയുന്നത് സൂര്യനാണ്. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ സൂര്യഭഗവാനെ വണങ്ങിയിട്ട് നല്ല ശുഭകരമായ ദിനം തുടങ്ങാൻ ശ്രമിക്കണം. നാളെ ഈ രാശിമാറ്റം നടക്കുമ്പോൾ അതിൻ്റെ ശുഭഫലങ്ങൾ ഇരട്ടിയാകുന്നതിന് തുടക്കം തന്നെ നമ്മൾ നല്ല പോസിറ്റീവോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മഞ്ഞ നിറം നാളത്തെ ദിവസം നിങ്ങൾക്ക് ഉത്തമമാണ്. അല്ലെങ്കിൽ സ്വർണ്ണ നിറമൊക്കെ ഉണ്ടല്ലോ, അത് മഞ്ഞ കളറ് നാളെ ശുഭകരമാണ്. അപ്പോൾ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ഇല്ലെങ്കിൽ ഒരു മഞ്ഞ തൂവാലയായാലും കയ്യിൽ കരുതിയാൽ മതി. അല്ലെങ്കിൽ ഒരു മഞ്ഞ പൂവ്, കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ തലയിൽ ഒരു ചെറിയ മഞ്ഞ പൂവൊക്കെ വെച്ച് സ്ലൈഡ് ചെയ്തൊക്കെ കൊടുത്താലും മതി. അതും ശുഭകരമായ ആത്മവിശ്വാസമൊക്കെ നാളത്തെ ദിവസം കുഞ്ഞുങ്ങളിൽ വർദ്ധിച്ചു വരുന്നതിനും, എന്തെങ്കിലും എക്സാമൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായി കാര്യങ്ങൾ എഴുതിയൊക്കെ പൂർത്തിയാക്കി നല്ല മാർക്കൊക്കെ വാങ്ങുന്നതിനും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മതി വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും. അതുപോലെ തന്നെ നാളെ വൈകുന്നേരം വെള്ളിയാഴ്ചയാണ്, വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠകരമായ കാര്യം തന്നെയാണ്. ഇവിടെ നമ്മൾ ചന്ദ്രൻ്റെ ഈ ശുഭാനുഗ്രഹം നിലനിർത്താൻ വേണ്ടി കൂടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ നാളത്തെ ദിവസം വൈകുന്നേരം ഈ പറഞ്ഞ നക്ഷത്രക്കാർ ഉള്ള വീട്ടിലാണെങ്കിൽ അവരുടെ കൈകൊണ്ട്, അതായത് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ
സാധാരണ വീടുകളിൽ അമ്മയായിരിക്കും വിളക്ക് കത്തിക്കുന്നത്, അച്ഛനായിരിക്കും കത്തിക്കുന്നത്, അവർ വിളക്ക് കത്തിച്ചു കൊള്ളട്ടെ. പക്ഷേ ഈ നക്ഷത്രക്കാരായ ആളുകൾ നിങ്ങളുടെ കൈകൊണ്ട് ഒരു ദീപം തെളിയിച്ചാൽ നിങ്ങൾക്കത് ശുഭകരമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. പിന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ എടുത്തുചാട്ടമൊന്നും പാടില്ല. അത് ഇപ്പോഴെന്നല്ല, ഏത് നക്ഷത്രക്കാരായാലും എപ്പോഴായാലും സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം കൃത്യത പാലിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ജ്യോതിഷ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കൂടുതൽ ജ്യോതിഷ കാര്യങ്ങളുമായി, കൃത്യമാർന്ന നക്ഷത്ര ഫലങ്ങളുമായി നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു സുപ്രധാന വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.